എരമല്ലൂർ, വടതല. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഭവന പുനരധിവാസ പദ്ധതിക്ക് തുടക്കമായി. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ചെല്ലാനം പഞ്ചായത്തിൽ കടലാക്രമണം, ഓക്കി, ഗ്ലൗട്ട തുടങ്ങിയ പ്രകൃതി ദുരിതങ്ങൾ മൂലം കേടുപാടുകൾ സംഭവിച്ച ഭവനങ്ങളുടെ പുനർനിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുമായി തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ധനസഹായം വിതരണം ചെയ്തു. 26 ലക്ഷം രൂപയാണ് കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഈ ഇനത്തിൽ നൽകിയത്. ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് മിനി പാരിഷാളിൽ നടത്തിയ യോഗത്തിൽ KJ മാക്സി MLA ധനസഹായം വിതരണം ചെയ്തു. പുതിയ കടൽഭിത്തി നിർമ്മാണത്തിലൂടെയും പുലിമുട്ടിലൂടെ ചെല്ലാനം തീരമേഖല സംരക്ഷിക്കപ്പെട്ടതായും ഒരു ടൂറിസം കേന്ദ്രമായി ചെല്ലാനം മാറിയെന്നും മറ്റു പ്രദേശങ്ങളിലെ കൂടി ഈ കടൽഭിത്തി നിർമ്മാണം വ്യാപിപ്പിക്കുമെന്നും MLA പറഞ്ഞു. നമുക്ക് നല്ലൊരു സംഭവം നടക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം തോന്നുകയാണ്. എല്ലാവരും ഇങ്ങനെ വിഷമിച്ചെടുത്ത് ഏറ്റവും നല്ല ഒരു സന്തോഷിക്കുന്ന സമയമാണ്. കാരണം ഒരു ഭവനം എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു സ്വപ്നമാണ്. സ്വന്തമായി വീടുന്നത് അത് വാസയോഗ്യമാക്കി തരുന്ന സംവിധാനമാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ വീടുകൾക്കെല്ലാം കാലപ്പുറത്തും കൊണ്ടും എല്ലാം കൊണ്ടും പോലെ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടാവും. അതൊക്കെ ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവരാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഇറ്റാലിയൻ ബിഷപ്പ് കോൺഫറൻസിൻ്റെ സഹായത്തോടുകൂടി CBHന്റെ ഇടപെടലോടെയാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. ഈ പ്രദേശത്തെ സ്ഥിതി വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് CBH. ഇവിടെ കടലുകളുണ്ടാകുന്ന അവസ്ഥ എനിക്കറിയാം. ഞാൻ 2014 MLA വന്ന മുതൽ എനിക്ക് ഇവിടുത്തെ ചിന്താന്തത്തെ പറ്റി കൂടുതൽ എടുക്കാൻ കഴിയും. ഈ കടലുകളുടെ നമുക്ക് പ്രധാന സാക്ഷ്യം വഹിക്കുന്ന ഒന്നാണ് ഈ പള്ളി, ഈ സ്കൂളിൽ ക്യാമ്പാണ്. 18 നടന്ന ഓഡിറ്റോറിയക്കാരുടെ സമയത്ത് ഈ സ്കൂൾ വലിയൊരു ക്യാമ്പായിരുന്നു. കടലിൽ വെള്ളമൊക്കെ ഇറങ്ങി കുറെ വീടുകൾ നഷ്ടപ്പെട്ട് ക്യാമ്പിൽ നിന്ന് ആരും തിരിച്ചു പോകുന്നില്ല. അത് കഴിപ്പിതാവെന്ന് പറഞ്ഞ് ഒരാളെ വീട്ടിലേക്ക് പോവുക, നിങ്ങൾ ഉറപ്പാണ് പോകുന്നത്. ചെല്ലാനം ഇടവക വികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CSSS ഡയറക്ടർ റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കടയപ്പറമ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം 2ാം ഘട്ടത്തിൽ വളരെയധികം സമയം ഈ ചെല്ലാനം പ്രദേശത്തിന് വേണ്ടി അദ്ദേഹം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്രകാരം വലിയൊരു പ്രോജക്റ്റ് ഇവിടെ റിയലൈസ്ഡ് ആയത്. അതൊരു വലിയ മോഡലായിട്ട് തന്നെ ഇപ്പോൾ നമ്മളുടെ ഭാരതം അല്ലെങ്കിൽ കേരളം കണ്ട് അതേപോലെ വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി. അതിൻ്റെ ബാക്കി പണികളൊക്കെ ഇനിയും തീരാനുണ്ട്. ഇവിടെ മാത്രം പോരാ, സുരക്ഷിതത്വം നമ്മളുടെ എല്ലാ കടൽ തീരങ്ങളിലും അതിൻ്റെതായ രീതിയിൽ സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ മാത്രമേ സ്വസ്ഥമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കൂ. നമ്മളെ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് 30 ഭവനങ്ങൾക്കാണ്, 30 വീടുകൾക്കാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. ഈ 30 വീടുകൾക്ക് ക്യാഷായിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്. അതിവിടെ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ വികാരിയച്ഛനും അതേപോലെ ജയ്ഫിനച്ഛനും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ ഭംഗിയായിട്ട് അത് ക്രമീകരിച്ചിട്ടുണ്ട്. ബാബുചേട്ടൻ്റെയും അതേപോലെ തന്നെ ആൽബിച്ചേട്ടൻ്റെയും ജൂണിൻ്റെയും സെൻട്രൽ കമ്മിറ്റി അംഗമായ ജോൺ ചേട്ടൻ്റെയൊക്കെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് അവരത് ക്രമീകരിച്ചിട്ടുണ്ട്. 30 വീടുകളുടെ ലിസ്റ്റും അതിൻ്റെ ആവശ്യങ്ങളും ഒക്കെ അവർ പഠിച്ച് മനോഹരമായിട്ട് നല്ലൊരു പ്രോജക്റ്റ് അവർ സൊസൈറ്റി ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ നേതൃത്വത്തിലായിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് നടത്തുന്നത്. പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് ഇറ്റലി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന CEI എന്ന സംഘടനയാണെന്നും സഹായത്തിന് അർഹരായ കുടുംബങ്ങൾ ഡിസംബർ ആദ്യ ആഴ്ചയിൽ തന്നെ പണി പൂർത്തിയാക്കണമെന്നും അറിയിച്ചു. യോഗത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജെയ്ഫിൻ കട്ടിക്കാട് സ്വാഗതവും ബാബു കളിപ്പറമ്പിൽ, ലാലി സേവ്യർ എന്നിവർ ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. നമുക്കറിയാം, നമ്മൾ നിൽക്കുന്ന ഭൂമി രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മണ്ണാണ് ചെല്ലാനം എന്ന് പറയുമ്പോൾ. പ്രത്യേകിച്ച് നമ്മുടെ വികാരം എന്ന് പറയുന്നത് ക്രിസ്തു സാക്ഷ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എത്ര തല്ലിക്കെടുത്തിയാലും വീടിൻ്റെ രക്തത്തിൽ നിന്ന് മുളച്ചു പൊങ്ങുന്നതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. നമുക്കറിവുള്ളത് കണക്ക് തന്നെ കടലുകയറ്റവും മറ്റ് പ്രകൃതി ക്ഷോഭങ്ങളും എല്ലാം നമ്മളെ തല്ലിക്കെടുത്തുമ്പോഴും അതിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാനായിട്ട് അല്ലെങ്കിൽ ചാരത്തിൽ നിന്ന് ഉയരാനായിട്ട് പൂർവികർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ബലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വീണ്ടും നമ്മുടെ പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ ഒരു നാമ്പ് ഇവിടെ കിളിർത്തു. ഇവിടെ ടെട്രാപോഡും അതുപോലെ തന്നെ നിസ്പിറോ ചെല്ലാനം.